ചോദ്യപേപ്പർ ചോർച്ചയിലെ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ വീണ്ടും ലൈവ്. നാളത്തെ SLC ക്രിസ്മസ് പരീക്ഷയുടെ സാധ്യതാ ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടായിരുന്നു MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ ലൈവ്. PB ജോഷില ചേരുകയാണ്. ജോഷില, ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം നേരിടുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ലൈവ്. എങ്ങനെയാണ് വിവരങ്ങൾ? അസിത, MS സൊല്യൂഷൻ വീണ്ടും ലൈവുമായി വന്നിരിക്കുകയാണ്. ലൈവ് വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിലെ ആരോപണ വിധേയരാണിവർ. ഇതില് ഷുഹൈബ് ആണ് ഇന്ന് യൂട്യൂബ് ലൈവിൽ വന്നിരിക്കുന്നത്. നാളത്തെ SLC ക്രിസ്തുമസ് പരീക്ഷയുടെ സാധ്യതാ ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിന്റെ ഇര ആയി മാറിയെന്ന് ഷുഹൈബ് വീഡിയോയിൽ പറയുന്നുണ്ട്. ആരോപണങ്ങൾ സത്യമല്ലെന്നും പറയുന്നുണ്ട്. 8 മണിക്കാണ് ആരംഭിച്ചത്. നാളത്തെ കെമിസ്ട്രി പരീക്ഷാ ചോദ്യങ്ങൾ ആണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. 33K വരെ ലൈവ് വ്യൂ ഇന്ന് പോയിരുന്നു. പക്ക 20 ക്വസ്റ്റ്യൻ എന്നാണ് വാഗ്ദാനമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻ കുട്ടിയുടെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP റെജി M കുന്നിപ്പറമ്പിലാണ് അന്വേഷണ ചുമതല. സൈബർ വിദഗ്ധരടങ്ങുന്ന അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം പ്രാഥമിക യോഗം ചേർന്ന് ഇന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുറത്തു വന്ന വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം FIR രജിസ്റ്റർ ചെയ്യും. കൊടുവള്ളിയിലെ MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടാണ് പരാതി എന്നും ഇന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് +1 ഗണിതം ചോദ്യങ്ങളാണ് ചോർന്നത്. ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഓൺലൈൻ സ്ഥാപനം അറിയിച്ചിട്ടുമുണ്ട്. വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസിത. ശരി, PB ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്നതിനിടെയാണ് MS സൊല്യൂഷൻസ് വീണ്ടും നാളത്തെ ചോദ്യപേപ്പർ എന്ന നിലയിൽ ഒരു യൂട്യൂബ് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്.